നമസ്കാരം. എൻ്റെ എല്ലാ 10ാം ക്ലാസ് സ്റ്റേറ്റിലെ കുട്ടികൾക്കും നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ടോപ്പിക്ക്. നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം ട്രാൻസ്ഫോമറിൽ നിന്നൊരു ക്വസ്റ്റ്യൻ 10ാം ക്ലാസ് സ്റ്റേറ്റുകാർക്ക് ചോദിക്കും. അത് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പഠിക്കാം. ഇതിന് ഉറപ്പിക്കാം. അതല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങ് പഠിച്ചോളുക. 100% ഉറപ്പിച്ച് അങ്ങ് പഠിച്ചോളുക. അത്രയ്ക്ക് ഉറപ്പുള്ള ഒരു കോഴ്സാണ് ട്രാൻസ്ഫോമർ. കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഈസി ആയിട്ട് പഠിക്കാം. അന്നേരം ട്രാൻസ്ഫോമർ പഠിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ കേരളത്തിലുള്ള കുട്ടികൾ കാണുന്നവർ, ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള കുട്ടികൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. മണി അടിച്ച് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൃത്യമായിട്ടും കിട്ടും. നന്നായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ സ്കൂളിലത്തെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കാണുന്നവർ നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫോമറിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് ഈ ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പോസിറ്റീവ് ഉത്സാഹം ട്രാൻസ്ഫോമർ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇതാണ്ട് ട്രാൻസ്ഫോമർ അവിടെ റോഡിന്റെ സൈഡിൽ അവിടെ ട്രാൻസ്ഫോമർ നിൽക്കുന്നു. എന്താ ഈ ട്രാൻസ്ഫോമർ? Transformer is a device. Transformer is a device which works on the principle of, അതാണ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, which works on the principle of mutual induction. നമ്മൾ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് എല്ലാം പഠിക്കാൻ. അന്നേരം വാട്ട് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവായല്ലോ. ട്രാൻസ്ഫോമർ ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. നമ്മൾ പഠിച്ചതാണ് സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു കോയിൽ തന്നെ ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് EMF ഉണ്ടായി കറണ്ട് ഉണ്ടാകുന്നതിനെ പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. 2 കോയിലുകളുടെ സഹായത്തോടു കൂടി ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് EMF ഉണ്ടായി കറണ്ട് ഉണ്ടാകുന്നതിനെ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. 2 കോയിലുകൾ. അന്നേരം ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതിന്റെ പ്രിൻസിപ്പിൾ ആണ്? അന്നേരം ഉറപ്പിച്ചോണം. ഒരു മാർക്ക് ഇവിടെ ഉറപ്പിക്കാം നമുക്ക്. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ. എന്താണ് ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് which can change the voltage of an AC. ശ്രദ്ധിക്കണം, which can change the voltage of an AC. ACയുടെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോമർ. DCയുടെ അല്ല. ACയുടെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസ്ഫോമർ. അന്നേരം നമുക്ക് പവറിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാതെ, നഷ്ടമില്ലാതെ തന്നെ കൃത്യമായിട്ട് AC വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോമർ. അന്നേരം കൃത്യമായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും. ട്രാൻസ്ഫോമർ ഇസ് എ ഡിവൈസ് വിച്ച് ക്യാൻ ചേഞ്ച് ദി വോൾട്ടേജ് ഓഫ് ആൻ AC എന്ന് എടുത്ത് എഴുതിയിരിക്കണം വിത്ത് ചേഞ്ച് ഓഫ് ആൻ AC വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോമർ. അന്നേരം അവിടെ നമുക്ക് പവർ ഒന്നും നഷ്ടമാകുന്നില്ല എന്നുള്ളതോട് അറിഞ്ഞിരിക്കണം. ഇനി ഈ ചേഞ്ച് ദി വോൾട്ടേജ് ഓഫ് ആൻ AC എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം? വോൾട്ടേജ് കൂടാം. ഒരു ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് നമുക്ക് കൂട്ടാം, ഒരു ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് നമുക്ക് കുറയ്ക്കാം. വോൾട്ടേജ് കൂട്ടിയാൽ വോൾട്ടേജ് കൂട്ടുക അപ്പ്, അതിനെ പറയുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. നമ്മൾ സ്റ്റെപ്പിലൂടെ മണ്ടയ്ക്കോട്ട് കയറി പോകുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് വോൾട്ടേജ് ഇങ്ങനെ കൂടുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ദി ട്രാൻസ്ഫോമർ വിച്ച് ഇൻക്രീസസ് ദി വോൾട്ടേജ് ഓഫ് ആൻ AC. ദി ട്രാൻസ്ഫോമർ വിച്ച് ഇൻക്രീസസ് ദി വോൾട്ടേജ് ഓഫ് ആൻ AC is called സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. വോൾട്ടേജ് കുറയുവാണെങ്കിൽ അത് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ഇനി വരികയാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ വിച്ച് ഡിക്രീസസ് ദി വോൾട്ടേജ് ഓഫ് ആൻ AC is called സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. 2 തരം ട്രാൻസ്ഫോമറിനെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും നമ്മൾ പഠിച്ചു. എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഏത് ആണ് ഡിക്രീസ് ചെയ്യുന്ന വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിനെ പറയുന്ന പേര് സ്റ്റെപ്പ് ഡൗൺ. ആ വാക്കി തന്നെ അർത്ഥമുണ്ട്. സ്റ്റെപ്പ് ഡൗൺ. വോൾട്ടേജ് കൂട്ടുന്നതിനെ പറയുന്ന പേര് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് ഞാൻ ട്രാൻസ്ഫോമർ? വാട്ട് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? മ്യൂച്വൽ ഇൻഡക്ഷൻ. തെറ്റിപ്പോരുത്, മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇനി ഇവിടെ 2 ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. ആദ്യം വരച്ചേക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ, ഇത് സ്റ്റെപ്പ് അപ്പ്. സ്റ്റെപ്പ് അപ്പ് ചെയ്ത് തുടങ്ങാം. നമുക്ക് ഒരു പവർ വരട്ടെ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഈ പടത്തിൽ ഇവിടെ പ്രൈമറി കോയിലെന്നും ഇവിടെ സെക്കൻഡറി കോയിൽ കൊടുത്തിട്ടുണ്ട്. പ്രൈമറി കോയിൽ എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. നമ്മളൊരു
പരീക്ഷ എഴുതിയാലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ പരീക്ഷ എഴുതുന്ന പറയുന്നത് ഇൻപുട്ടാ, റിസൾട്ട് കിട്ടുന്ന പറയുന്നത് ഔട്ട്പുട്ടാ. എന്നിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്താലേ എന്ത് കിട്ടത്തുള്ളൂ? ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും, ഫുൾ മാർക്ക് കിട്ടും. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ മാർക്ക് കുറയും. അന്നേരം ഇൻപുട്ട് ഔട്ട്പുട്ട് എപ്പോഴും എല്ലായിടത്തും ആവശ്യമാണ്. ഇൻപുട്ടായിട്ട് എപ്പോഴും പ്രൈമറി കോയിലും ഔട്ട്പുട്ടായിട്ട് സെക്കൻഡറി കോയിലുമാണ്. നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വ്യത്യാസം മനസ്സിലാവും. പ്രൈമറി കോയിൽ നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ ട്രാൻസ്ഫോമർ പ്രൈമറി കോയിൽ ഇത് കുറച്ച് ഞാൻ വരച്ചപ്പം നല്ലപോലെ വരയ്ക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ, എന്നാൽ പോലെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറച്ച് തിക്കാണ്. ഇതിന്റെ കോയിൽസ് കുറച്ചുകൂടെ തിക്കാണ്, പ്രൈമറി കോയിൽ തിക്കാണ്. പിന്നെ ഇതിനെ അപേക്ഷിച്ച് നമ്പർ ഓഫ് ടേൺസ്, ചുരുളുകളുടെ എണ്ണം കുറവാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട രണ്ട് ഡിഫറൻസ് കിട്ടിയില്ലേ? പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് വളരെ കുറവാണ്, കോയില് അല്ലെങ്കിൽ ഇതിന്ന് കോയിൽ വളരെ തിക്കാണ്. തിക്കായിട്ടുള്ള കോപ്പറിന്റെ തിക്കായിട്ടുള്ള വയറായിരിക്കും, തിക്കായിട്ടുള്ളതായിരിക്കും. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡറി കോയിൽ. ഇവിടെ നിങ്ങൾ നോക്കി, നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം വളരെ കൂടുതലാണ്, എന്നാൽ ഈ കോയില് തിക്കല്ല, തിന്നാണ്. ഇതാണ് സെക്കൻഡറി കോയിൽ. ഒരു സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും പടം കാണിച്ചിട്ട് ഇത് ഏത് തരം ട്രാൻസ്ഫോമർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. പ്രൈമറിയിലാണെങ്കിൽ തിക്കാണ്, നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. സെക്കൻഡറിയിലാണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, ടേൺസിന്റെ എണ്ണം, ടേൺസ് തിന്നാണ്. ഇത്രയും അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം അത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരു ട്രാൻസ്ഫോമർ ഏത് തരം ട്രാൻസ്ഫോമർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാൻ ചോദിച്ചാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റണം. അന്നേരം ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അത് ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. കേട്ടോ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ്, പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, തിന്നാണ്. എന്നാൽ സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, പക്ഷെ തിക്കാണ്. ഇതാണ് പ്രധാനമായും സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും തമ്മിലുള്ള ഡിഫറൻസ്. അതിനെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. നമുക്ക് ഇതിൽ തന്നെ കൃത്യമായിട്ട് ഡിഫറൻസുകൾ പറഞ്ഞു പോകാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തു വരാം. വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? മ്യൂച്വൽ ഇൻഡക്ഷൻ. വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസ്ഫോമർ? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് വിച്ച് can change the voltage of an AC. അല്ലേ, വോൾട്ടേജ് ഓഫ് ആൻ AC. പവറിന് യാതൊരു വ്യത്യാസവും ഇല്ലാതെ വോൾട്ടേജ് കുറയ്ക്കണം. എന്നാൽ ആ ട്രാൻസ്ഫോമറിന്റെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. വാട്ട് ആർ ദി ടു ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയും? പെട്ടെന്ന് പറയണം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, ദി ട്രാൻസ്ഫോമർ which increases the voltage of an AC is called step up transformer. A transformer which decreases the voltage of an AC is called step down transformer. എന്തൊരു ഈസിയാണ്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. പിന്നെ തമ്മിലുള്ള വ്യത്യാസം ഡയഗ്രമാറ്റിക്കലി സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും വരച്ചിട്ടുണ്ട്. അതിന്റെ പ്രൈമറി സെക്കൻഡറി കോയിലും തമ്മിലുള്ള വ്യത്യാസം, ഏതാണ് തിക്ക് ഏതാണ് തിന്ന്, ഇത് പടം കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നിടത്താണ് നിങ്ങളുടെ വിജയം ഉറപ്പായിട്ടും. നല്ലപോലെ പടം വരച്ച് പഠിക്കുക. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഇക്വേഷൻസിലേക്ക് നമുക്ക് കിടക്കണം. നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാം. അന്നേരം ഇത്രയും കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ വാ, ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ച് പ്രോബ്ലംസ് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. നമുക്ക് പ്രോബ്ലം ചെയ്യണം, ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാം. ഒരു ഡിറൈവ് ചെയ്യാനൊന്നുമില്ല. ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ, പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും പഠിച്ചു. പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും വോൾട്ടേജ് ഉണ്ട് അല്ലേ? വോൾട്ടേജ് ഓഫ് എ പ്രൈമറി, വോൾട്ടേജ് ഓഫ് എ സെക്കൻഡറി, നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി, ടേൺസ് പ്രൈമറിയിലുള്ള ടേൺസും സെക്കൻഡറിയിലുള്ള ടേൺസും ഒക്കെ കണക്ട് ചെയ്തൊരു ഇക്വേഷൻ. ഇത്രയുള്ള ഇക്വേഷൻ VS by VP. VSന്റെ താഴെ എഴുതാവുള്ളൂ, വിയുടെ താഴെ എഴുതാവുള്ളൂ S, വിയുടെ താഴെ എഴുതാവുള്ളൂ P. സഫിക്സ് ആയിട്ട് എന്ന് പറയും. VS by VP is equal to NS by ND. NS by ND. ഒരുപാട് പേര് തെറ്റിക്കുന്നതാണ് ഈ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. സിമ്പിൾ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും തെറ്റിക്കാതെ ഇനിയും നിങ്ങൾക്ക് ഇരിക്കുക ഉറപ്പായിട്ട്. എന്താണ് VS എന്ന് പറഞ്ഞത്? VS എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഓഫ് സെക്കൻഡറി. എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി. അതായത് VP എന്തോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാമല്ലോ. VP എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഓഫ് പ്രൈമറി.
വോൾട്ടേജ് ഓഫ് പ്രൈമറി. NS എന്താണ്? NS N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്. Number of turns in secondary. Okay, clear? ഓർമ്മയില്ല കേട്ടോ. NP number of turns in primary. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? VS by VP is equal to NS by NP. അത് ഇപ്പൊ VS എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഇക്വേഷൻ എടുത്ത് അങ്ങോട്ട് എഴുതാണ്. VS by VP is equal to NS by NP. ഇതിന്ന് VS കണ്ടുപിടിക്കണം. VP തന്നിട്ടുണ്ട്, NS തന്നിട്ടുണ്ട്, NP തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. VS കണ്ടുപിടിക്കാൻ ചോദിക്കുക. നിങ്ങൾ എങ്ങനെ എഴുതും? VS is equal ആണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. VS is equal to VP into NS. തിരിച്ചെഴുതാം. NS into VP എന്ന് എഴുതാം by NP. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ VS എഴുതുന്നത്. ഒരെണ്ണം പഠിച്ചാൽ ബാക്കിയുള്ള എല്ലാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. അടുത്ത കണ്ടുപിടിക്കാം. VP എങ്ങനെ കണ്ടുപിടിക്കാം? VP എല്ലാത്തിന്റെ ഇക്വേഷൻ എഴുതി തരാം. VP VS into NP ക്രോസ് മൾട്ടിപ്ലൈ VS into NP by NS. ഓക്കെ, അടുത്ത NS കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ NS VS into NP എന്ത് എളുപ്പമാണ്. ബൈ VP. അടിപൊളി. ഇനി ഒരെണ്ണോടെ ഉള്ളൂ. NB കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ഇക്വേഷൻ ഇല്ല. അല്ലെങ്കിൽ ഇത്ര ഇങ്ങനെ പഠിച്ചാൽ NB കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ NS into VP by VS. ഈ നാലെണ്ണത്തിൽ ഒരെണ്ണം ചോദിക്കുന്നത് പരീക്ഷ. ഈ നാലെണ്ണത്തിൽ ഉറപ്പായിട്ട് ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതാണ് മെയിൻ ഇക്വേഷൻ. മെയിൻ ഇക്വേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് മെയിൻ ഇക്വേഷൻ. അത് നമുക്ക് VS കണ്ടുപിടിക്കാം, NS കണ്ടുപിടിക്കാം, VP കണ്ടുപിടിക്കാം, NB കണ്ടുപിടിക്കാം, ഇതെല്ലാം കണ്ടുപിടിക്കാം. മെയിൻ ഇക്വേഷൻ ഏതാണ്? കണക്ടിങ് വോൾട്ടേജ് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് VS by VP is equal to NS by NB. അത് ഓരോന്നും കണ്ടുപിടിക്കേണ്ട ഞാൻ പറഞ്ഞു. VS കണ്ടുപിടിക്കുന്നു, VP കണ്ടുപിടിച്ചു, NS NB. ഇനി നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ ടാബ്ലറ്റ് കോളത്തിനകത്ത് കണ്ടുപിടിക്കുന്നത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതിന് മുമ്പ് ഞാൻ രണ്ട് പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. വേണ്ടേ? ഉറപ്പായിട്ടും. ഓക്കെ, എന്നാൽ നമുക്ക് ട്രാൻസ്ഫോമർ ഇപ്പം പഠിച്ച ഇക്വേഷൻ VS by VP is equal to NS by NP വെച്ച് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യാൻ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഞാൻ പ്രോബ്ലം ചെയ്യുന്നത് തെറ്റും ഇല്ല. നമ്മൾ പ്രോബ്ലത്തിന്റെ ഓരോ സ്റ്റെപ്പ് എഴുതുന്നതിനും എടുത്തെഴുതുന്നതിനും എല്ലാം മാർക്കുണ്ട്. ലാസ്റ്റ് ഉത്തരം തെറ്റിയാൽ പോലും നമുക്ക് ബാക്കിയുള്ള മാർക്ക് എല്ലാം നമുക്ക് ഇനി കിട്ടും. നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് നോക്കാം പ്രോബ്ലം. ഞാൻ പ്രോബ്ലം ഒന്ന് വായിക്കാം. ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എ 240 വോൾട്ട് AC സപ്ലൈ. ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യാൻ എടുക്കുന്ന 240 വോൾട്ട്. അന്നേരം തുടക്കത്തിലുള്ള വോൾട്ടേജ് ആണ് VP എന്ന് പറയുന്നത് 240 വോൾട്ട് ആണ്. സപ്ലൈസ് എ വോൾട്ടേജ് ഓഫ് 8 വോൾട്ട്. രണ്ടാമത്തെ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ സെക്കൻഡറി വോൾട്ടേജ് ആണ് 8 വോൾട്ട് to an electric bell. The number of turns in the primary coil is 4800. പ്രൈമറി എന്ന് പറയുമ്പോൾ അത് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുമ്പോൾ പ്രൈമറി എന്ന് പറയുമ്പോൾ NP ആണ്. NP എന്ന് പറയുന്നത് 4800 ആണ്. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വോൾട്ടേജിന് യൂണിറ്റ് വോൾട്ടേജ് VP എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ പ്രൈമറി, വോൾട്ടേജ് അതിന്റെ യൂണിറ്റ് ആയിട്ട് എഴുതാം. അതുകൊണ്ടാണ് 240 വോൾട്ട് എന്ന് എഴുതിയത്. VS ആകുമ്പോൾ വോൾട്ടേജ് സെക്കൻഡറി, അതുകൊണ്ടാണ് 8 വോൾട്ട് എന്ന് എഴുതിയത്. വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ്. നമ്പർ ഓഫ് ടേൺസിന് യൂണിറ്റ് എടുത്തു പറയാനില്ല. അതുകൊണ്ടാണ് NPC 4800 എന്ന് മാത്രം എഴുതി നിർത്തിക്കുന്നത്. വോൾട്ടേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്ത് കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ടേൺസ്, കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കോയിൽ എന്ന് പറഞ്ഞാൽ NS കണ്ടുപിടിക്കണം. ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയും അങ്ങോട്ട് എഴുതുമ്പോൾ തന്നെ നമുക്കൊരു 3 മാർക്കിന്റെ പ്രോബ്ലം ആണെങ്കിൽ ഒരു മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടി. ഇനി ഇക്വേഷൻ അങ്ങോട്ട് എഴുതിയാൽ മതി. VS by VP is equal to NS by NP. ഓക്കെ, എന്നിട്ട് നമ്മള് കണ്ടുപിടിക്കേണ്ടത് എന്താന്ന് നോക്കണം. NS ആണ് കണ്ടുപിടിക്കേണ്ടത്.
NS is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ VS into NP by VS into NP by VP. കണ്ട ഇത്രയും വരെ ചെയ്യുമ്പോഴത്തേന് 3 മാർക്കാണെങ്കിൽ 2 മാർക്ക് കിട്ടും. നമ്മൾ എന്ത് എളുപ്പമാണ് പ്രോബ്ലം ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. ചെയ്താൽ വൃത്തിയായിട്ട് പഠിക്കണം. അതിൽ നിന്ന് NS is equal to VS എന്ന് പറഞ്ഞാൽ എത്ര 8 into NP എന്ന് പറഞ്ഞാൽ 4800 by VP എന്ന് പറഞ്ഞാൽ VP 240 അല്ലേ. 0 ഒക്കെ വെട്ടിപ്പോയി. NS is equal to നിങ്ങൾ ചെയ്ത് നോക്കിക്കോണം, ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം. 160 കിട്ടും. 160 അതിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ് യൂണിറ്റ്. വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ വോൾട്ട് V എന്ന് കൊടുത്തേ. അന്നേരം ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. എന്തൊരു എളുപ്പമാണ്, നിങ്ങൾ തന്നെ ആലോചിച്ചു. എളുപ്പമല്ലേ? ഇതുപോലെ ഒരു പ്രോബ്ലം അവിടെ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ടാബ്ലറ്റ് പ്രോബ്ലം തന്നിട്ട് VP NS NP ഇങ്ങനെയൊക്കെ ഉള്ള തന്നിട്ട് ഒരെണ്ണം 1 2 ഒക്കെ കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ ആ ടാബ്ലറ്റ് മൊത്തം ഒരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ അങ്ങ് ഏറ്റെടുത്തോളുക. അത് നിങ്ങൾ വൃത്തിയായിട്ട് അങ്ങ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ വാട്സപ്പിനകത്ത് കൃത്യമായിട്ട് എനിക്ക് എൻ്റെ ആൻസറുകൾ ചെയ്തിട്ട് എന്നിട്ട് തന്നാവും. ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. ആൻസർ മാത്രമല്ല, ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. The input voltage of a transformer is 240 volt AC. There are 80 turns in the secondary coil and 800 turns in the primary. What is the output voltage of the transformer? എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഇൻപുട്ടും ഔട്ട്പുട്ടും, ഇൻപുട്ട് പ്രൈമറി ഔട്ട്പുട്ട് സെക്കൻഡറി എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ നമുക്ക് മനസ്സിൽ വേണം. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അത് പ്രൈമറി വോൾട്ടേജ് അല്ലേ. അന്നേരം VP എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 240 വോൾട്ട്. There are 80 turns in the secondary coil. 80 turns in the secondary coil എന്ന് പറഞ്ഞാൽ NS secondary NS 80 and 800 turns in the primary എന്ന് പറഞ്ഞാൽ NP is equal to 800. What is the output voltage of the transformer? Output voltage എന്ന് പറയുന്നത് VS കണ്ടുപിടിക്കണം. നിങ്ങൾ തന്നെ പെട്ടെന്ന് ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശതമാനം ആൾക്കാരും VS by VP is equal to NS by NP. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VS ആണ്. VS is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ ഇങ്ങോട്ട് VP into NS by NP. ഓക്കെ വാ, ഇനി അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. VS is equal to VP ക്ക് വരെ കൊടുക്കാം 240 into NS ന് പകരം 80 by NP ക്ക് പകരം 800. ഒരു സീറോ ഇവിടെ ഒരു സീറോ കണ്ടാ. നിങ്ങൾക്ക് കൃത്യമായിട്ടും അവിടെയും ഒരു ഉത്തരം കിട്ടും. 8 വെട്ടി മൊത്തം വെട്ടിക്കളയരുത്. 24 എന്ത് ഈസിയായി കിട്ടി. 24 വോൾട്ടേജ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് എഴുതാം യൂണിറ്റ് വോൾട്ട് 24 വോൾട്ട്. ഇത്രയാണ് എന്തൊരു ഈസി ആയിട്ട് ട്രാൻസ്ഫോമർ കൊടുത്തത് അല്ലേ. ഇങ്ങനെ വേണം ട്രാൻസ്ഫോമർ പഠിക്കാൻ. ട്രാൻസ്ഫോമറിന്റെ വേറൊരു ഇക്വേഷൻ കൂടെ ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അത് ഒരു പക്ഷെ ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള VS by VP is equal to IP by IS. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ അറിഞ്ഞിരിക്കും. നമ്പർ ഓഫ് ടേൺസ് തമ്മിലുള്ള റേഷ്യോ ഇതുകൊണ്ട് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കാം. മെയിൻ ഇക്വേഷൻ പറ്റിയത് തന്നെയാണ് ഇത്. VS by VP is equal to IP by IS. VS by VP is equal to IS by IP അല്ല, IP by IS. VS എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറി, VP എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ പ്രൈമറി, IP എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻ പ്രൈമറി, IS എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻ സെക്കൻഡറി. ഇതുകൂടെ പഠിക്കുക. ഇതുപോലെ തന്നെ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അതായത് നമുക്കത് ഫർദർ ആക്ടിവിറ്റീസിലൊക്കെ നമുക്കത് ചെയ്യാം. ഫോളോ അപ്പ് ആക്ടിവിറ്റീസിലെല്ലാം ചെയ്യാം. അന്നേരം ട്രാൻസ്ഫോമറിനെ കുറിച്ച് എല്ലാം ഒരു ധാരണയായി എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ലപോലെ പഠിക്കുക. 10ാം ക്ലാസ്സിൽ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കണം. എൻജോയ് ചെയ്ത് ഫിസിക്സ് പഠിക്കുക. ഓക്കെ, അന്നേരം ട്രാൻസ്ഫോമർ കംപ്ലീറ്റ്. ഓക്കെ.